ഹലോ. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാമെന്ന് ഓർത്തു. ഞാൻ ഭയങ്കര ഒരു കുക്കല്ല. വീട്ടിലും ഞാനങ്ങനെ കാര്യമായിട്ടൊന്നും കുക്ക് ചെയ്തിട്ടില്ല, കുക്ക് ചെയ്യാറുമില്ല. അമ്മയൊട്ടങ്ങനെ ഒന്നും കുക്ക് ചെയ്യിപ്പിച്ചിട്ടുമില്ല. അപ്പം എനിക്കറിയില്ല. പൊതുവെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇപ്പം ഈ ഹെൽപ്പ് ചെയ്യാൻ മീൻസ് എനിയിപ്പോൾ ഒരു വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഹെൽപ്പ് ഞാൻ തുടങ്ങിയത് വളരെ റീസെൻ്റ് ആയിട്ടാണ്. അതിന് മുമ്പ് വരെ ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ട് പോയാൽ അതിനെ ഇളക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും, അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. ഞാൻ സായിന്ന് ഇറങ്ങി, അതായത് ഞാൻ സ്പോർട്സ് ചെയ്യായിരുന്നു. അപ്പം അവിടുന്ന് ഇറങ്ങി ഞാൻ ഡിപ്ലോമയ്ക്ക് ചേർന്ന ടൈമിൽ ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് ഹോസ്റ്റലിലായിരുന്നു. അപ്പോഴായാലും എനിക്ക് അത്യാവശ്യം വേണ്ട ചായ അങ്ങനെ എന്തെങ്കിലും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാക്കത്തുള്ളായിരുന്നു. പിന്നെ മാഗിയൊക്കെ. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അതായത് എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിളുണ്ട്. ഇപ്പം ഞാൻ, മീനാക്ഷി, അനഘ, അനശ്വര, അശ്വിൻ, അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അനുവിൻ്റെ വീട്ടിൽ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഒക്കേഷനലി ഞങ്ങൾ കൂടും. അതായത് എല്ലാവരും ഇപ്പം മീനാക്ഷി പൈലറ്റ് ട്രെയിനിയാണ്. അപ്പം അവൾ അതിൻ്റെ പ്രഷറിൽ, ഞങ്ങൾ ലോജിസ്റ്റിക്സിൻ്റെ ഒരു പ്രഷറിൽ. അനശ്വര ഒരു തൈക്കോണ്ട പ്ലെയറാണ്, അവൾ ഡൽഹിയിലാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ അവൾ നാട്ടിൽ വരുന്ന ടൈമിൽ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ കൂടും. അപ്പം അനുവിൻ്റെ വീട്ടിൽ കൂടാൻ കാരണം അവൾ ട്രിവാൻഡ്രംകാരിയാണ്. പിന്നെ അവളുടെ വീട്ടിൽ അമ്മൂമ്മയും അപ്പൂപ്പനും മാത്രമേ ഉള്ളൂ. അവളുടെ അമ്മ ഇവിടെ ദുബായിലാണ്, ഇവിടെ വർക്ക് ചെയ്യാണ്. പിന്നെ അച്ഛൻ കേരള യൂണിവേഴ്സിറ്റിയിലായതുകൊണ്ട് അങ്കിൾ രാവിലെ ഡ്യൂട്ടിക്ക് പോകും. അപ്പം ഞങ്ങൾക്ക് അവിടെ ഫുൾ ഫ്രീഡം ആയിട്ട് ഇങ്ങനെ ആൻറ്റീനെ വിട്ട് വന്നേക്കുന്നുണ്ട്. ഞങ്ങളിങ്ങനെ ഒക്കേഷണലി അവിടെ കുക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് എന്താ കുക്ക് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പാൽക്കപ്പയാണ്. അത് വളരെ സക്സസ്ഫുൾ ആയപ്പോൾ തൊട്ട് എനിക്ക് എൻ്റെ മേലും എൻ്റെ ഒരു കുക്കിംഗ് സ്കില്ലിൻ്റെ മേലും ഭയങ്കര കോൺഫിഡൻസ് ആണ്. എന്നെ കൊണ്ട് ഓക്കെ, ഞാൻ ശ്രമിച്ചാൽ കുക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള രീതിയിൽ. അങ്ങനെ രണ്ടാമത് ഞങ്ങളൊരു പ്രാവശ്യം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയായിരുന്നു. പക്ഷെ അതിന് കുറച്ച് വെള്ളം കൂടിപ്പോയി. എന്നാലും ഓക്കെ, കഴിക്കാം. ഫ്രൈഡ് റൈസ് അല്ലായിരുന്നു, കുറച്ച് വെള്ളം, വാട്ടറി ഫ്രൈഡ് റൈസ് ആയിരുന്നു. എന്നാലും അത് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഓക്കെ ആയിരുന്നു. പിന്നെ ഒരു സ്പഗറ്റി ഉണ്ടാക്കി, നല്ല ഫ്ലോപ്പായിരുന്നു. ഒരു കടായി നിറച്ച് സ്പഗറ്റിയാണ് അനു വന്ന് കൊണ്ട് കളഞ്ഞത്. എനിക്കത് നല്ല ഓർമ്മയുണ്ട്. അനുവും നല്ലൊരു കുക്കാണ്. അവൾ പ്രോൺസൊക്കെ നന്നായിട്ട് ഉണ്ടാക്കും. അവളൊരു പ്രോൺസ് ഫ്രൈ ഇട്ടപ്പോൾ പിന്നെ മീനാക്ഷിയും കൂടെ അത് മൊത്തം ഇരുന്ന് കുഴിച്ചായിരുന്നു, അത്ര ടേസ്റ്റായിരുന്നു. അനശ്വര കുക്ക് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവളുടെ കട്ടനൊക്കെ വൻ ഫ്ലോപ്പാണ്, പക്ഷെ കുഴപ്പമില്ല, അത്യാവശ്യം ചെയ്യും. മീനാക്ഷി മെയിനായിട്ട് ഞങ്ങളുടെ ഒരു ഡിഷ് വാഷറാണ്. അവളിങ്ങനെ പാത്രം കഴുകും. ഞങ്ങളിങ്ങനെ കുക്ക് ചെയ്തിട്ടുള്ള പാത്രങ്ങൾ കൊടുക്കും, അവളത് കഴുകും. ഞങ്ങൾ കഴിച്ചിട്ടുള്ള പാത്രം അവളുടെ ലഭിച്ചാൽ അവളത് കഴുകും. പിന്നെ അശ്വിൻ പ്രത്യേകിച്ചൊരു കോൺട്രിബ്യൂഷൻ കുക്കിങ്ങിലില്ല. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വന്ന് ചളി അടിച്ച് ഒന്ന് ടൈം പോകാനായിട്ടുള്ള വക അവൻ ഒരുക്കി തരും, അത്രേ ഉള്ളൂ. അപ്പം ആ ഒരു കോൺഫിഡൻസിൽ ഞാൻ ഇന്നലെ മഴയൊക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്ക് ആകെ ക്ഷീണിച്ച് ടയേർഡായിട്ട് വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്താ കഴിക്കാൻ വേണ്ടതെന്ന് വെച്ചപ്പോഴത്തേക്ക് ചേച്ചി പറഞ്ഞു അറിയില്ല, എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി, വിശന്നിട്ട് വയ്യാന്ന്. അപ്പോൾ ഇവിടെ ഒരു മാഗി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു എനിക്കറിയാവുന്ന രീതിയിലും പണ്ട് അമ്മ ഇങ്ങനെ ഒരു രീതിയിൽ മാഗി ഉണ്ടാക്കി തരുമായിരുന്നു. അതായത് ഇങ്ങനെ നമ്മളുടെ നോർമൽ മാഗി അല്ലാതെ അതിൻ്റെ അകത്ത് ബീൻസും ക്യാരറ്റും കുറച്ച് സവോളയൊക്കെ ഇട്ടിട്ട് അമ്മ ഉണ്ടാക്കി തരുമായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് ആ റെസിപ്പി ചോദിച്ചിട്ടൊന്നുമില്ല, അത് അത്ര വലിയ റെസിപ്പിക്കൊന്നും ഇല്ല, ലൈക്ക് സിമ്പിളായിട്ട്. അപ്പം ഞാൻ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ ഞാൻ ഇന്നലെ അത് ഉണ്ടാക്കി ഞാൻ ചേച്ചിക്ക് കൊടുത്തപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഫോട്ടോ ഇതിലിപ്പോൾ ആഡ് ചെയ്യാം. അങ്ങനെ ഞാൻ ചേച്ചിക്ക് അത് ഉണ്ടാക്കി കൊടുത്തപ്പോഴത്തേക്ക് ചേച്ചി എന്നോട് പറഞ്ഞു, എടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, സത്യമായിട്ടും ഭയങ്കര ടേസ്റ്റായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കഴിച്ച് നോക്കിയില്ല. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയായി. എടാ കൊള്ളാം, അത് കൊള്ളാമല്ലോ, അത് ഒരു മാഗി ആണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയത് കൊള്ളാമല്ലോ, ഒരു ചെറിയ കാര്യമാണെങ്കിലും. അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയ സമയത്ത് ബ്രെഡ് വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ബൺ എടുക്കാമെന്ന് പറഞ്ഞു. ഞാനിവിടെ സോസ് ഇരിക്കുന്നത് കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു ബർഗർ ഉണ്ടാക്കാമെന്ന്. എനിക്ക് ബർഗർ ഉണ്ടാക്കാൻ അറിയത്തേയില്ല, ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടുമില്ല. ഞാൻ ഓർത്തു ബർഗർ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ബർഗറൊക്കെ വാങ്ങിച്ച് ഇവിടെ വന്നിട്ട് ഞാൻ അതിൻ്റെ സാധനങ്ങളൊക്കെ നോക്കിയപ്പം ആകെ ക്യാരറ്റും ക്യൂക്കുംബറും പിന്നെ സവോളയുണ്ട്, പിന്നെ എഗ്ഗ് വെച്ചാണ് ചെയ്യാൻ നിർത്തത്, മുട്ട വെച്ച്, അതായത് ഇങ്ങനെ മുട്ട പൊരിച്ചിട്ട് അത് വെച്ചിട്ടാണ് ബർഗർ ചെയ്യാൻ നിർത്തത്. അങ്ങനെ എല്ലാം പ്ലാൻ ചെയ്തിരുന്ന സോസ് നോക്കിയപ്പം ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ സോസിൻ്റെ എക്സ്പയറി ഡേറ്റ് തീർന്നു. അതങ്ങനെ ഒരു ബോട്ടിലോടെടുത്ത് കളഞ്ഞു. അപ്പോൾ സോസും ഇല്ല. അപ്പോൾ ഞാൻ ഓർത്തുന്ന സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ എനിക്ക് ഈ സവോളയുടെ റോ ടേസ്റ്റ് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഓർത്തും സവോള ചുമ്മാ ഒന്ന് സോട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇതിൻ്റെ അകത്ത് സ്റ്റഫ് ചെയ്യുന്നതിൽ അങ്ങനെ വെക്കാമെന്ന് ഓർത്തു.
അപ്പോൾ ഞാൻ ഇങ്ങനെ സവോള ആക്കിയിട്ടിരുന്നപ്പോൾ ഞാൻ ഓർത്തു എന്തുകൊണ്ട് നമ്മൾ ഈ ക്യൂക്കുംബറും ക്യാരറ്റും കൂടെ ഒന്ന് സോട്ട് ചെയ്തോളാം. അങ്ങനെ ഞാൻ അത് സോട്ട് ചെയ്തിട്ട് ഞാൻ ഒരെണ്ണം ഉണ്ടാക്കി ജിതിൻ കൊടുത്തു. അപ്പോൾ ജിതിൻ ചേട്ടൻ എന്നോട് പറഞ്ഞു ഇടി അടിപൊളി നല്ല ടേസ്റ്റ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. മിനി ചേച്ചിക്ക് ഒരെണ്ണം കൊടുത്തപ്പോൾ മിനി ചേച്ചിയും നല്ല അഭിപ്രായം പറഞ്ഞു. ഞാനും ഒരെണ്ണം സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിച്ചപ്പോൾ എനിക്കും അടിപൊളിയായിട്ട് തോന്നി. അങ്ങനെ ഞാൻ ഓർത്ത് എന്നാൽ ഞാൻ ചേച്ചിക്ക് ഒരെണ്ണം ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാമെന്ന് ഓർത്തു. അത് അത്ര വലിയ പെർഫെക്റ്റ് അല്ല, ബട്ട് ഓക്കെ എന്നുള്ള രീതിയിലൊരു വീഡിയോ ആണ്. അപ്പം നമുക്ക് കണ്ടാലോ? കമോൺ. ഇവിടെ ഞാൻ ഒരാൾക്കേ ഉണ്ടാക്കുന്നുള്ളതുകൊണ്ട് ഒരു ബണ്ണ്, ആവശ്യമുള്ള വെജിറ്റബിൾസ്, ബട്ടർ, പിന്നെ ഒരു മുട്ട. ബട്ടർ നന്നായിട്ട് ഇട്ടതിന് ശേഷം ബണ്ണ് രണ്ടും ഇങ്ങനെ സെൻറ്ററിൽ നിന്ന് പാട്ട് ചെയ്തിട്ട് ഇങ്ങനെ മുരിച്ച് വെക്കുക. അത്യാവശ്യം ഞാൻ നന്നായിട്ട് മുരിച്ചിട്ടുണ്ട്. അപ്പം നല്ല മുഴിയുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ, അതുകൊണ്ട് ഞാൻ നല്ല മുരിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ബട്ടറോടെ ഇട്ടിട്ട് ആവശ്യത്തിന് നമുക്ക് എത്രത്തോളമാണോ വെജിറ്റബിൾസ് വേണ്ടത് അത് മാത്രം ഇട്ട് നന്നായി വരട്ടിയെടുക്കുക. വരട്ടുക മീൻസ് ഒരു ലൈറ്റായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നൊരു ലൈറ്റായിട്ട് അതെ ആ ഒരു പരുവാകുമ്പോൾ നിർത്താം. പിന്നെ മുട്ടയിൽ കുരുമുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ട് ബീറ്റ് ചെയ്തിട്ട് നന്നായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ മുട്ട ഒഴിച്ചിട്ട് ഇത് ഞാൻ 4ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ വരുന്ന വെയിറ്റ് കാണിച്ചു തരാം. ഇങ്ങനെ മുട്ട 4ആയി കട്ട് ചെയ്തതിന് ശേഷം അത് നമ്മൾ ഇങ്ങനെ വെച്ച് വെജിറ്റബിൾസ് വെച്ചതിന് ശേഷം പിന്നെ ഒരു മുട്ട വെക്കുക, അതിൻ്റെ മേളിൽ വെക്കുക, അങ്ങനെ വെച്ച് വരാനായിട്ടാണ് ഞാൻ 4ആയിട്ട് മുട്ട കട്ട് ചെയ്തത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 4ആയിട്ട് കട്ട് ചെയ്യണമെങ്കിൽ ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്താൽ മതി. അങ്ങനെ കട്ട് ചെയ്തിട്ട് ഓരോ വെജിറ്റബിൾസ് ആയിട്ട് വെച്ച് കൊടുക്കണം. ഏറ്റവും സെൻറ്റർ ഭാഗത്താണ് മറ്റേ നമ്മൾ ഇങ്ങനെ സോട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസില്ലേ, സോട്ട് ചെയ്ത വെജിറ്റബിൾസ് ഏറ്റവും നടുക്ക് ഭാഗത്ത് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ. കാരണം അതാകുമ്പോൾ കടിക്കുമ്പോൾ നല്ല രസമായിരിക്കും. അങ്ങനെ സക്സസ്ഫുള്ളി എൻ്റെ ഹമ്പിൾ സിമ്പിൾ ബർഗർ എത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് ചേച്ചിക്ക് കൊടുത്തു വെക്കാം. ചേച്ചി കഴിച്ചിട്ട് അഭിപ്രായം പറയും. കൊള്ളത്തില്ലെങ്കിൽ കറക്റ്റ് അഭിപ്രായം പറയണം. നല്ലതാണെങ്കിൽ അങ്ങനെ. ബിക്കോസ് ജിതിൻ ചേട്ടനും മിനി ചേച്ചി ഓൾറെഡി നല്ലതാണെന്ന് പറഞ്ഞു. ഇനി അവർക്ക് ഞാൻ ആണോ സത്യമായിട്ടും ഓക്കെ ഗൈസ്, എൻ്റെ ബർഗറിൻ്റെ പവർ എങ്ങനെയുണ്ട്? ഓഫ് ചെയ്യാനായിരിക്കും ഞാൻ. ബൈ പറ. നല്ലതാണെന്ന് പറഞ്ഞ് പിന്നെയും ഇവിടെ ഒരാൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നോട് വേണമെന്ന് പോലും ചോദിക്കുന്നില്ല. ഞാൻ ഒരെണ്ണം ഉണ്ടാക്കി അത് ടെസ്റ്റ് ചെയ്തായിരുന്നു. ഇന്നലത്തെ മാഗി ആയിരുന്നോ നല്ലത് അതോ ഇന്നത്തെ ബർഗറാണോ? എൻ്റെ കുക്കിംഗ് സ്കിൽസ് എങ്ങനെയുണ്ട്? താങ്ക്സ്. അങ്ങനെ ഞാനൊരു സിമ്പിൾ ഹമ്പിൾ ബർഗർ ഉണ്ടാക്കി. ബർഗറിന് ഞാൻ സ്വയം ബാധിക്കുന്നതാണ്. അതങ്ങനെ ഒരു ബർഗറിനോട് ഒറിജിനൽ ബർഗറിനോട് ഒരു സിമിലാരിറ്റി ഇല്ല, ബട്ട് ആ ഒരു രീതിക്ക് ഞാൻ ഉണ്ടാക്കി, അത്രയേ ഉള്ളൂ. മയോണൈസോ സോസോ ഒന്നും വേണ്ട. ആക്ച്വലി നമ്മൾ സവോളയും ക്യുക്കുംബറും ക്യാരറ്റും സോട്ട് ചെയ്യാൻ പോലും വേറെ ഉപ്പ് ഒന്നും ചേർത്തിട്ടില്ല. ബട്ടറിൽ തന്നെയാണ് ചെയ്തത്. എല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ മുട്ട മാത്രമാണ് ഇച്ചിരി കുരുമുളക് ഉപ്പ് മാത്രം ചേർത്തത്. അപ്പം എൻ്റെ വീഡിയോസ് കാണുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ലതായിരിക്കും ഷുവർ. കാരണം ഞാനും ചേച്ചിയും ജിൻജേട്ടനും മേടിച്ചു ഞങ്ങൾ 4 പേരും ആ ഒരു അഷുറൻസ് തന്നിട്ടുണ്ട് അത് അടിപൊളിയായിരിക്കും എന്ന്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.